ഹൃദയം കഠിനമാക്കി ദൈവസന്നദ്ധിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുവെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഹോശയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായമാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആകെ 14 വാക്യങ്ങളാണ് ഹോശയ 12-ാം അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ അധ്യായം പഠിച്ചു നോക്കുമ്പോൾ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു തുടർ പരമ്പരയായിട്ട് തന്നെ ഈ അധ്യായത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കും. വലിയൊരു സംഭവ കഥയുടെ ഒരു ചുരുക്കം കൂടി ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 2-ാം വാക്യത്തിലോട്ട് കടന്നു വരുമ്പോൾ യാക്കോബ് തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കുതികാല് ഗർഭത്തിൽ വെച്ച് തന്നെ പിടിച്ചിരുന്നു എന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് വലിയൊരു സംഭവ കഥയുടെ ഒരു ചുരുക്കമായിട്ടാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് വലിയൊരു പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ എന്തൊക്കെയോ നേടാനുള്ള ഒരാഗ്രഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഗർഭത്തിലുള്ള കുഞ്ഞ് ഇപ്രകാരം ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പാടായിരിക്കും. നമ്മൾ മാതാപിതാക്കൾ വിചാരിക്കുന്നത് അവനൊന്ന് ജനിച്ച് കയ്യിൽ കിട്ടിക്കോട്ട് ഞാൻ കുഞ്ഞിനെ നല്ലപോലെ വളർത്താം എന്നാണ്. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗർഭത്തിൽ വെച്ച് തന്നെ യാക്കോബ് തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു എന്നതാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ഒരു കുഞ്ഞ് പുറത്തു വന്നാൽ എന്തായിരിക്കും എന്നുള്ള ഒരു രൂപീകരണം ഈ ഗർഭസമയത്ത് തന്നെ നടക്കുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തൻ്റെ പുരുഷപ്രായത്തിൽ തന്നെ അവൻ ദൈവത്തോട് പൊരുതി, ദൂതന്മാരോട് പൊരുതി ജയിച്ചുവെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ നേടിയെടുക്കാൻ, ചില അവകാശങ്ങൾ തട്ടിപ്പറിക്കാനുള്ള ഒരു നീക്കമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അധ്യായം തുടർന്ന് പഠിക്കുമ്പോൾ ഒരു സംഭവം കൂടെ കാണാൻ സാധിക്കുന്നത് എഫ്രൈമിനെ പറ്റിയാണ്. എഫ്രൈം ഇപ്രകാരം പറയുന്നു, ഞാൻ സമ്പന്നനായി തീർന്നിരിക്കുന്നു, ഇതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, യഹോവയായ ദൈവം എനിക്ക് തന്ന സമ്പത്താണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് ദൈവസന്നദ്ധിയിൽ നിന്ന് എന്തോ പ്രാപിച്ചതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലത് ശരിക്കും ആ പ്രയത്നഫലം ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല എന്ന് നമുക്ക് അധ്യായത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. തങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒരു പശ്ചാത്താപവുമില്ലാതെ പറയുകയാണ്, എൻ്റെ പ്രയത്നഫലം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം നേടിയെടുത്തത്, ഇതിലെനിക്ക് ഒരു തെറ്റും കാണുവാനില്ല എന്നും ഈ അധ്യായത്തിൽ പറയുന്നു. എഫ്രൈമിനെ പറ്റി ഇപ്രകാരം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അധ്യായത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നു, തങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തി ദൈവസന്നദ്ധിയിൽ ഒരു പശ്ചാത്താപം ഇല്ലാത്തതുപോലെ എന്തൊക്കെയോ നേടിയെടുത്തെന്നുള്ള ഒരു അഹങ്കാരം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ തങ്ങളുടെ ഹൃദയം കഠിനമാക്കി ദൈവസന്നദ്ധിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണാൻ സാധിക്കാം. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ഏറ്റുപറയാനുള്ള ഒരു നിമിഷമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു, നിന്റെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മളുടെ സമയം അവസാനിച്ചിട്ടില്ല. ഇനിയാണെങ്കിലും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കാനുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന പാപങ്ങൾ ചെയ്തു പോയി പിതാവേ എന്നോട് ക്ഷമിക്കൂ എന്ന ഒരു വാക്യം ദൈവസന്നിധിയിൽ പറയാൻ നാം റെഡിയാണെങ്കിൽ ആ പാപത്തിന് പരിഹാരമായിട്ട് യേശുപ്പച്ച നമ്മളോട് സംസാരിക്കാനിടയാവും. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക. നമ്മളുടെ കഠിനമായിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിപ്പാനുള്ള ഒരു നിമിഷമായി ഇതിനെ കാണുക എന്നും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വാക്കുകളെ ചുരുക്കുന്നു.